പ്രിയപ്പെട്ടവരെ, 1,00,000-ഓളം വരുന്ന ജനം ഈ കണ്ണൂരിന്റെ പോലീസ് മൈതാനിയിൽ ഇന്ന് അണിനിരക്കുമ്പോൾ ഇത് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവിടെ സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദമാണ് അണിനിരന്നിരിക്കുന്നത്. നമ്മുടെ സഭയുടെ അധ്യക്ഷൻ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവും നമ്മുടെ സമുദായത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് കൊച്ചുപറമ്പിൽ സാറും ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരുൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെയുള്ള നമ്മുടെ സഭയുടെ നമ്മുടെ സമുദായത്തിന്റെ സമ്മേളനമാണ് കണ്ണൂരിന്റെ ഐതിഹാസികമായ ഈ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1953 അഭിവന്യമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി എന്നൊരു അതിരൂപത പിറന്നു വന്നപ്പോൾ അന്ന് രൂപതയായിരുന്നു. ഇന്ന് 5ഓളം രൂപതകളായി അത് വളർന്ന് അതിരൂപതയായി നിൽക്കുമ്പോൾ ഒരു ജനത്തിന്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ സ്മരിക്കേണ്ടത്. മലമ്പാമ്പിനോടും മലമ്പനിയോടും പടപൊരുതി ജീവിച്ച ധീരരായ സീറോ മലബാർ സമുദായ അംഗങ്ങളുടെ ചരിത്രമാണ് ഇന്ന് ഈ സമുദായം പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ മക്കളാണ് നമ്മള്. പാലായിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയവരാണെങ്കിലും പുതിയ തലമുറ എന്നെ പോലുള്ളവര് ഈ മലബാറിന്റെ മണ്ണിൽ പിറന്നു വീണവരാണ്. നമ്മുടെ ചോരയും നീരും ഈ മലബാറിന്റേതാണ്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ കുടിയേറ്റ ജനതയെ കയ്യേറ്റക്കാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരാണ് ഞങ്ങളെന്നുള്ളതാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ആർക്കും ധ്വംസിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിലൂടെ ഈ നാടിനുണ്ടായ പുരോഗതി, പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സമുദായത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ മുന്നോട്ടിറങ്ങി വന്നിട്ടുള്ളത്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങള് അവർക്ക് അനീതി ഉണ്ടായപ്പോൾ, അവരുടെ അവകാശങ്ങൾ ഗവൺമെന്റുകളെ നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളാണ്, അഭിവന്യ പിതാക്കന്മാരാണ്. കാട്ടാനയുടെ, പുലിയുടെ, കടുവയുടെ ആക്രമണത്തിൽ ഇവിടുത്തെ കത്തോലിക്കൻ മാത്രമല്ല മുസ്ലിമും ഹൈന്ദവനും മറ്റു വിഭാഗത്തിൽപ്പെട്ടവനും മരിച്ചു വീണപ്പോൾ ഗവൺമെന്റിന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു, അതിർത്തി ഇടണം, ഇതിനതിര് വരുത്തണം, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ളവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്കൊരു കാര്യമേ പറയുവാനുള്ളൂ. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വിചാരമുണ്ട്, കത്തോലിക്കനെ എപ്പോഴും അവഗണിക്കാമെന്ന്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ പിന്നിൽ ഞങ്ങൾ ശക്തമായി അണിനിരക്കും. ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുകൾ സാധാരണക്കാരന് വേണ്ടിയുള്ള നിലപാടുകളാണ്, ഈ സമുദായത്തിന് വേണ്ടിയുള്ള നിലപാടുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല, ഈ രാഷ്ട്രം അനുവദിച്ചു തന്നിട്ടുള്ള ഭരണഘടനയുടെ അനുവാദമുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജനത്തെ ആരെങ്കിലും അവഗണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായ അവർക്കൊക്കെ ശക്തമായ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകും. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കത്തോലിക്ക സമുദായത്തെ അവഗണിച്ചവര് ദുഃഖിക്കേണ്ടി വരും. അതാരായാലും അത് തുറന്നു പറയുവാൻ കത്തോലിക്കർക്ക് ആർജവത്വമുണ്ട്. അഭിവന്യ അഭേദർ ആർച്ച് ബിഷപ്പും അഭിവന്യ പാമ്പ്ളാനി പിതാവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൂടുതൽ വ്യക്തതയിൽ സംസാരിക്കുമെന്നതിനാൽ ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് 10,000 സംഘടിപ്പിക്കുവാൻ സാധിച്ചെങ്കില് അഭിവന്യ പാമ്പ്ളാനി പിതാവിന്റെ കരുത്തുറ്റ നേതൃത്വം അതിന് പിന്നിലുണ്ട്. നമുക്കൊരു നല്ല കൈയടി അഭിവന്യ പിതാവിന് കൊടുക്കാം. പ്രിയമുള്ളവരെ, ഈ കത്തോലിക്ക രൂപതകൾ അഭിവന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിന് പിന്നിൽ
സമുദായ നേതൃത്വത്തിന് പിന്നിൽ ഒറ്റക്കെട്ടാണെന്ന് പൊതുസമൂഹത്തോട് കൃത്യമായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളെ അവഗണിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ തുടർന്നുള്ളവര് പറയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഞാൻ എടുത്തു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറിന്റെ നേതൃത്വത്തിൽ എല്ലാവരും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചു. നമ്മുടെ അതിരൂപതയിലെ അഭിവന്യ ജനറാളച്ചന്മാരും അതിരൂപതാ കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും നമ്മുടെ 19 ഫൊറോനകളിലെയും ബഹുമാനപ്പെട്ട ഫൊറോന വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വൈദികരും അതുപോലെ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ സംഘടനകളുടെയും നേതൃത്വവും ഉണർന്നു പ്രവർത്തിച്ചതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കാണുന്ന മഹാജനം. നമുക്ക് പരസ്പരം കൈകോർത്ത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം. ഒറ്റക്കെട്ടായി അഭിമന്യ പിതാവിന്റെ പിന്നിൽ, നമ്മുടെ സമുദായ നേതാക്കന്മാരുടെ പിന്നിൽ നമുക്ക് അണിനിരക്കാം. ജയ് കത്തോലിക്ക കോൺഗ്രസ്.